ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ആക്കുളം എയർഫോഴ്സിനടുത്തായിട്ടുള്ള ഫാം ഹൗസിലേക്കാണ്. ഇവിടെ എമുവിൻ്റെ മുട്ട കിട്ടുമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഫാം ഹൗസിലോട്ട് പോകുന്നത്. ഇതാണ് ഫാം ഹൗസിൻ്റെ ഫ്രണ്ട്. ഇവിടെ ആരും കാണാനില്ല. നമുക്ക് എന്തായാലും അകത്തേക്ക് പോയി നോക്കാം. ഇവിടെ കാണാൻ തന്നെ നല്ല രസമാണ്. ഫുൾ പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷം. നല്ല ഭംഗിയുള്ള ഏരിയയാണ് കേട്ടോ. നമുക്ക് പ്രകൃതിയുടെ പച്ചപ്പിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഈയിടെയായി എൻ്റെ സാഹിത്യമൊക്കെ കൂടുന്നുണ്ടെന്ന് അച്ചൂട്ടൻ പറയുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മൾ വൈകുന്നേരം ഒരു 5-5:30യോടെയാണ് ഇവിടെ എത്തിയത്. കണ്ടാൽ തന്നെ അറിയാം സൂര്യൻ അസ്തമിക്കുന്ന സമയമായിട്ടുണ്ട്. എങ്കിലും നമുക്ക് പോയി നോക്കാം അങ്ങോട്ട്. ഇവിടെ ഫസ്റ്റ് ഞാൻ കണ്ടത് വാഴക്കുലകളാണ്. അതിൻ്റെ തേനെടുക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ വേണ്ട, ആരെങ്കിലും പിടിച്ച് കെട്ടുമെന്നൊക്കെ അച്ചൂട്ടൻ്റെ അച്ഛൻ പറഞ്ഞു. അതോടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ 2 സൈഡിലായിട്ട് നല്ല ഇനം മാവുകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയാണ് കേട്ടോ, നല്ല ക്ലീനാണ് ഇവിടെ. കാണാൻ നല്ല പ്രകൃതി രമണീയത എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെയാണ്. അടുത്തതായിട്ട് എൻ്റെ കണ്ണിൽപ്പെട്ടത് നല്ല പാകമായി നിൽക്കുന്ന നല്ല കുരുമുളകാണ്. നമുക്ക് അടുത്തിട്ട് പോയി നോക്കാം. ഇത് കണ്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം, കൈയൊക്കെ വിരുവിരാ വരുന്നുണ്ടായിരുന്നു. കുരുമുളകൊക്കെ ഒന്ന് വിളവെടുത്താൽ കൊള്ളാമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ബട്ട് നടക്കില്ല. നിങ്ങൾ കാണുന്നില്ലേ, ഈ ചെറിയൊരു കുരുമുളക് വള്ളിയിലാണ് ഇത്രയധികം കുരുമുളക് കാച്ചു നിൽക്കുന്നത്. കാണുന്നത് തന്നെ നല്ലൊരു. അതിനിടയ്ക്ക് കോവയ്ക്കയുടെ വള്ളി പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ മൊബൈലിൻ്റെ ക്യാമറ ക്ലാരിറ്റി അല്പം കുറവായതുകൊണ്ട് കാണാൻ കഴിയുന്നുണ്ടായിരിക്കില്ല. നിങ്ങളെ വ്യൂവേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനൽ വളരുമ്പോൾ ഞാൻ ക്യാമറ വാങ്ങിക്കുന്നതായിരിക്കും. ആരും ട്രോളി കൊല്ലരുത് കേട്ടോ. എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോ എന്നറിയത്തില്ല, ദൂരെയുള്ളതെല്ലാം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ റംബൂട്ടാൻ്റെ ഒരു ചെറിയ മരം നിൽപ്പുണ്ട്. അതിൽ പാകമായി വരുന്ന റംബൂട്ടാൻ നിൽക്കുന്നുണ്ട്. എനിക്ക് അത് നന്നായിട്ട് പറിച്ചെടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ കഴിയുന്നില്ല. കണ്ടോ, പാകമായിട്ട് വരുന്നുണ്ട്. നന്നായി നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല കിതപ്പ് തോന്നില്ലേ സൗണ്ടിലൊക്കെ. എനിക്ക് റംബൂട്ടാൻ കണ്ടിട്ടും മതിയാവുന്നില്ല. നിങ്ങൾ നോക്കി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാവേ. ഇനി ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറാക്കുന്നില്ല. നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുവരിക, എൻ്റെ കൂടെ കണ്ടുവരിക. ദേ അങ്ങോട്ട് നോക്കി കാണുന്നുണ്ടോ, ഒരു ചെറിയൊരു പ്ലാവിലെ ചക്കകൾ വിളഞ്ഞു നിൽക്കുന്ന. നമുക്ക് അടുത്തോട്ട് പോയി നോക്കാം. ചക്കകൾ പാകമായിട്ടില്ല കേട്ടോ, ചെറിയ ചക്കകളാണ്. ദേ കണ്ടോ, വലിയ ചക്കകൾ നിൽപ്പുണ്ട്. പാകമായതുകൊണ്ട് കേട്ടോ ഇടയ്ക്ക്. പിന്നെ അങ്ങോട്ട് ഫുള്ളും മാവാണെന്ന് തോന്നുന്നു. മാവ് തന്നെയാണ് കേട്ടോ, ചെറിയ മാവിൻ്റെ തൈകളാണ് നിൽക്കുന്നത്. ഇത് ഇവിടെ എന്തോ ഒരു കുഴി പോലെ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ നോക്കിയേ, ഇതേ ഒരു പ്ലാവിൽ ധാരാളം ചക്കകൾ. ചെറിയ മരമാണ് കേട്ടോ പ്ലാവ്, ചെറിയ പ്ലാവാണ്. അതിൽ ധാരാളം ചക്കകളുണ്ട് കേട്ടോ. നമുക്ക് നേരെ ആ കുഴിയിലോട്ട് പോകാം. ആ കുഴിയിൽ എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതെന്തോന്ന് മനസ്സിലായോ? ഇതിവിടെ ഈ ഫാമിൽ ധാരാളം പശുക്കളും ആട് അങ്ങനെ പോലെ മൃഗങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ചാണകം ഒക്കെയാണ് കേട്ടോ. അത് ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് കൃഷി നടത്തുന്നവർ വളത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിവിടെ നിന്ന് തൂക്കി വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായോ? എനിക്കും കണ്ടിട്ട് മനസ്സിലായില്ല. കണ്ടിട്ട് ജാതി അതുപോലെ ഇരിക്കുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇതെന്താണെന്ന്. ഇനി ഞാൻ കൂടുതൽ സംസാരിച്ച്
നിങ്ങളെ ബോറാക്കുന്നില്ല. അച്ചൂട്ടൻ നല്ല ബഹളമാണ് കേട്ടോ. അച്ചൂട്ടനെ ഞാൻ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല. അങ്ങനെ അച്ചൂട്ടനും ഞാനുമായിട്ട് തിരികെ നടന്നു തുടങ്ങി. കാരണം അച്ചൂട്ടൻ നല്ല ബഹളമായതുകൊണ്ട് വേറെ ഒരു രക്ഷയില്ല. ഞാനും അച്ചൂട്ടനും കൂടെ നേരെ തിരികെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെന്നറിയാമോ, നമുക്ക് ഈ ഫോം അടച്ചിട്ടിരിക്കുക. കാരണം ഇവിടെ കുറച്ച് ഭാഗമേ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ വന്ന ടൈം ശരിയല്ല. അതുകൊണ്ട് നമ്മൾ നേരെ തിരികെ പോവുക. വേറെ ദിവസം നമുക്ക് വരാം കേട്ടോ. വേറെ ദിവസം വന്ന് നമുക്ക് ഈ ഫാം ഹൗസിൻ്റെ ഫുള്ളും കാണാം കേട്ടോ. ഇവിടെ എന്തോ ഓപ്പൺ അല്ല. ഞങ്ങൾക്ക് ഇന്ന് ഫാം ഹൗസിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല, അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വേറെ ദിവസം വരാം. അന്ന് നമുക്ക് യമൂൻ്റെ മുട്ട വാങ്ങിക്കാം. അതുമല്ല, ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. അത് ഈ വീഡിയോയിലില്ല. ഞങ്ങളെ ഒരുപാട് ഓട്ടിച്ചു. വേറെ ദിവസം വരാം. നമുക്ക് യമൂൻ്റെ മുട്ടയൊക്കെ വാങ്ങിച്ച് സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും ഉടനെ തന്നെ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.